സർ, 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീഴുകയാണ് CPI-യുടെ. ഈ സമ്മേളനത്തിൽ ഉടനീളം സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നത്. അംഗങ്ങൾ പലരും പല തട്ടുകളിലുള്ളവരും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, സംസ്ഥാനം നേരിടുന്ന വികസന മുരടിപ്പ്, സർവോപരി പോലീസിൻ്റെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ, പോലീസാണ് ഇപ്പോൾ ഗുണ്ടാപ്പണി ഏറ്റെടുത്തിരിക്കുന്നത് തുടങ്ങി ഒട്ടനവധി വിമർശനങ്ങളാണ് ഉയർന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് CPI ഒരു പക്ഷേ ഈ മുന്നണി പോലും വിട്ടേക്കും, ഇടതുമുന്നണി ഉപേക്ഷിച്ച് അവർ UDF-ൽ ചേക്കേറാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നൊരു ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്താണ് സാർ CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ അവർ നൽകുന്ന സൂചന എന്താണ്? CPI വരാൻ പോകുന്ന അപകടം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവർ പതുക്കെ മുൻകൂർ ജാമ്യവും എടുത്ത് ഒതുങ്ങിയതാണ്. കാരണം 26 വരെ പോണ്ട, 25-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതൽ അങ്ങോട്ട് കാണാം, കൂപ്പുകുത്താൻ പോവുകയാണ് ഇടതുമുന്നണി. കൃത്യമായിട്ട് അറിയാം. അവരങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അവരുടെ കണക്കുകൂട്ടൽ ശരിയാണ്. അവര് CPM-കാർ പറയുമോ? ഏതെങ്കിലും ഒരു CPM-കാരൻ ഓണയർ അല്ലെങ്കിൽ പോലും പറയുമോ? രക്ഷയില്ല, പറയത്തില്ല. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ട് അവർ തോറ്റു എന്ന് പറയത്തില്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണ്, 2001-ല് UDF 100 സീറ്റുമായിട്ട് AK ആന്റണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. അന്ന് 40 സീറ്റിലാണ് LDF മൊത്തത്തിൽ ജയിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി തന്നെ ഈ UDF-ന്റെ സ്ഥിതി. ഈ UDF-ന് ഇപ്പൊ 42 സീറ്റ്, 43 സീറ്റുണ്ട്. നിലമ്പൂർ പിടിച്ചെടുത്തു. അന്ന് ഈ 40 സീറ്റുമായിട്ട് പ്രതിപക്ഷത്ത് ചൊറിയും കുത്തി ഇരുന്ന, അല്ലെങ്കിൽ ആ തോറ്റ LDF-ന്റെ കൺവീനറും CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞത്, ഞങ്ങൾ തോറ്റിട്ടില്ല, ഇടതുപക്ഷത്തിന് ഇത്ര ശതമാനം വോട്ട് കിട്ടി, CPM-ന് ഇത്ര കിട്ടി, CPI-ക്ക് ഇത്ര കിട്ടി, ഞങ്ങൾ ഇന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2000 വോട്ടിന് തോറ്റു, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ 5000 വോട്ടിന് തോറ്റു. ഇങ്ങനെയെല്ലാം പറഞ്ഞ് 2000 വോട്ടിന് പുറകിലായി, 5000 വോട്ടിന് പുറകിലായി, വർഗീയ ശക്തികൾ ഒരുമിച്ച് കൂടി, RSS വോട്ട് മറിച്ചു. ഇങ്ങനെയെല്ലാമാണ് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത്. ഇത് എന്താണെന്നറിയാമോ? CPM-നെയും CPM-നകത്തുള്ളവരെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രൂപത്തിലാണ്. അവരുടെ ജീനിൽ തന്നെ അതുണ്ട്. അവരൊക്കെ പറയില്ല, പ്രത്യേക ട്രെയിനിങ് അല്ലേ, ക്ലാസ് ഉണ്ടല്ലോ, അതിനൊക്കെ അക്കാര്യത്തിൽ അവരെ സമ്മതിക്കണം, അതിൽ ഉറച്ചു നിൽക്കുക. EMS-ന്റെ കാലം തൊട്ടേ അങ്ങനെയാണ്. ഒരാൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവിടെ നിൽക്കുന്ന CPM-കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് പിടിച്ചുകൊണ്ട് വരാം. പ്രത്യേകമായിട്ട് മുഖ ലക്ഷണം കണ്ടാൽ CPM-കാരനാണെന്ന് പറയാം. അവന്റെ ബോഡി ലാംഗ്വേജ് ഒരു പ്രത്യേകതരം മസിൽ പെരുപ്പിച്ച് നടക്കുക, ഒരു ആർക്കും വഴങ്ങാത്ത രീതിയിൽ ഇങ്ങനെ നീങ്ങുക, അത് CPM ആണെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ CPI-ക്കാരെ ഇവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. അടിതെറ്റും എന്ന് പറയും. മുന്നണിക്കകത്ത് CPI എന്ന് പറയുന്നത് വെള്ളം കോരാനും വിറക് വെട്ടാനും വേണ്ടുന്ന. ഇവരൊരു കാര്യം ശ്രദ്ധിച്ചോ? അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിനകത്ത് ഇവരധികം ഇടപെടുന്നില്ല. നയവ്യതിയാനമാണ്. അവർ രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. അവര് ഈ ശബരിമല വിഷയത്തിനകത്ത് ഈ മാറി പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നിനകത്ത് അത് നിങ്ങൾ സത്യവാങ്മൂലം കൊടുത്തു, യുവതീ പ്രവേശം വേണം, അതിൽ തന്നെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് CPI നിൽക്കുന്നത്. പക്ഷെ CPI-ക്ക് പലപ്പോഴും CPM-ന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അതെ, ഇപ്പൊ 14 ജില്ലകളിൽ നിന്ന് ഇവരുടെ CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം അതിശക്തമായ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയൻ അവിടെ ചെന്നല്ലോ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട്. CPI എന്നൊരു വാക്ക് അവിടെ ഉച്ചരിച്ചില്ല എന്നാ പറയുന്നത്. MA ദേവി ദേശാഭിമാനിയുടെ 25ാം വാർഷികത്തിന് തൃശ്ശൂർ യൂണിറ്റിൽ അവിടെ ചെന്നപ്പോൾ അവിടെ ആരെയാണ് വിട്ടുപോയത്? അച്യുതമേനോനെ വിട്ടുപോയി. തൃശ്ശൂരിലെ ബാക്കി എല്ലാവരെയും പറഞ്ഞു.
തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്ന ആളിനെ കുറിച്ചും പറഞ്ഞു. അത് ചിലപ്പോ പിണറായിയെ പേടിച്ചിട്ടായിരിക്കും കേട്ടോ. ആണോ? പിണറായിക്ക് ഈ അച്യുതമേനോനെന്ന് കേൾക്കുന്നതേ ദേഷ്യം. കാരണം കേരളത്തിലെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ്. ഈ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് സംസ്ഥാനം ഭരിക്കുകയും CPM-നെ നീണ്ടകാലം പ്രതിപക്ഷത്തിരുത്തുകയും ചെയ്തത് അച്യുതമേനോന്റെ മിടുക്കാണ് എന്ന് CPM-ൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ MA ബേബിയും പിണറായിയെ ഭയന്നാണ് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? ഒരക്ഷരം പോലും പറഞ്ഞില്ല. അതിൽ CPI-ക്കാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും രാഷ്ട്രീയമായിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ അച്യുതമേനോനെ ഓർമ്മിക്കുക. അച്യുതമേനോനെ ഇപ്പൊ തിരുവനന്തപുരം പറഞ്ഞാലും അച്യുതമേനോനെ ഓർമ്മിക്കും. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ഒക്കെ ആരാ കൊണ്ടുവന്നത്? അച്യുതമേനോന്റെ പങ്കാണ്. അച്യുതമേനോനും K കരുണാകരനും കൂടെ സംയോജിച്ച് നടത്തിയ നീക്കമാണ്, ഓപ്പറേഷനാണ് ശ്രീചിത്രയെ തിരുവനന്തപുരം. പിന്നെ എത്ര MP-മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി അല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കേരളം. അന്ന് ഇവിടെ പറഞ്ഞു എയിംസിന് നിങ്ങൾ സ്ഥലം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് കാണിച്ചു കൊടുക്കത്തില്ലല്ലോ. സ്ഥലം കാണിച്ചു കൊടുത്തുമില്ല. തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരിയൊക്കെ പറഞ്ഞതാണ്. ആരും വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. ഇപ്പോഴിത് ആലപ്പുഴയിൽ സുരേഷ് ഗോപി പറയുന്നു സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ എയിംസ്. അല്ല, ആലപ്പുഴയ്ക്ക് അല്ല, സുരേഷ് ഗോപി സ്ഥലം വരെ പറയുന്നുണ്ട്. അവിടെ കാട് പിടിച്ച് കിടക്കുന്ന പാമ്പുകൾ ഇഴജന്തുക്കളും താവളമാക്കിയിരിക്കുന്ന ഒരു ഭൂമിയെ കുറിച്ച് അദ്ദേഹം. അല്ല, ആലപ്പുഴയിലെ അവര് പിന്നെ ഇവിടുത്തെ സർക്കാർ കൊടുക്കത്തില്ല. അവർക്ക് അങ്ങോട്ടാണ് നോട്ടം. പിന്നെ കോഴിക്കോട് സൈഡിൽ കിനാലൂർ അവർക്ക് നോട്ടം ഉണ്ടല്ലോ. അവരുടെ ഏരിയ ആണല്ലോ. ഇവിടെ നെട്ടുകാലത്തേക്ക് എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ അവിടെ തുറന്ന ജയിൽ അല്ലേ ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ ഇത് പലപ്പോഴും ഇങ്ങനെ ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പലതരത്തിലുള്ള വികസനവും ഇവിടെ തിരുവനന്തപുരത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കിട്ടിയതൊക്കെ അതിലാണ് നമ്മൾ അച്യുതമേനോനെ ഓർമ്മിച്ചു പോകുന്നത്. അപ്പൊ CPI-യെ ഇവർക്ക് പുച്ഛമാണ്, പരമപുച്ഛമാണ്. രണ്ടാം തരം പൗരന്മാരായിട്ടാണ്. അത് വളരെ നികൃഷ്ടമായ രീതിയിൽ. ഇപ്പം MM മണിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് തുടങ്ങിയേനെ. അയ്യോ, പറഞ്ഞു തെറിക്കൊന്നും ആനി രാജ എന്തെല്ലാം അവരവിടെ എന്നോ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയല്ലേ MM മണി പറഞ്ഞത്. അത് കേട്ടി രസിക്കാനായിട്ടും കുറെ പേരുണ്ടെന്നുള്ളതാണ്. പ്രിൻസിപ്പൾമാരെ പറ്റി എന്തെല്ലാം പറഞ്ഞു, പെമ്പിളയൂരിനെ പറ്റി എന്തെല്ലാം MM മണി പറയുകയുണ്ടായി. അപ്പോൾ അതേ നാവ് കൊണ്ട് തന്നെയാണ് CPI-യെയും പറയുന്നത്, ആക്ഷേപിച്ചത്. CPI എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞാലും 100 വർഷമായ പാർട്ടിയാണ് സാർ. അതാണ് ഈ ധാർഷ്ട്യമില്ലാത്തൊരു മുഖമാണ്. പന്ന്യൻ രവീന്ദ്രൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ കാലത്താണെന്ന് തോന്നുന്നു പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് തൊട്ടടുത്തുള്ള പാത ഓരത്തിരിക്കുന്ന മാസികക്കടയിൽ നിന്ന് മാസികയും പുസ്തകങ്ങളും ഒക്കെ മറിച്ചു നോക്കി അവിടെ നിന്ന് മുടിയും ഇങ്ങനെ പുറകോട്ടിട്ട് അദ്ദേഹം നടന്നു പോകും. പിണറായി വിജയൻ ഇന്നോവയിൽ മലന്നടിച്ച് ഇപ്പുറത്തൂടെ അതിവേഗത്തിൽ പോവുകയും ചെയ്യും. നമ്മളത് ഒരേ സമയം കണ്ടിട്ടുള്ളതാണ്. 2 പാർട്ടി സെക്രട്ടറിമാരുടെ ഇത് എന്ന് വിചാരിച്ച് പിന്നെ പിണറായി ഇവരൊക്കെ ഇപ്പം ലാളിത്യമുള്ളവരാണ്. അത് നമുക്ക് അക്കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. CPI-ക്കാർക്കെല്ലാം, അച്യുതമേനോനായാലും PK വാസുദേവൻ നായരായാലും അങ്ങോട്ട് കിടക്കുകയല്ലേ. മന്ത്രി പ്രസാദും ഒക്കെ ERN-ലോ ഒക്കെ തന്നെ. അപ്പൊ ഇവരിപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ BJP കേരളത്തിൽ വളർന്നിരിക്കുന്നു. ബിനോയ് വിശ്വ പറഞ്ഞത്. അതെ, സാധാരണ അങ്ങനെ തുറന്നു പറയുന്നതല്ല. തുറന്നു പറയേണ്ടത് വന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കണം, വളർന്ന് പന്തലിച്ചു എന്ന് മനസ്സിലാക്കണം. അതായത് ഇടതുമുന്നണി പരാജയം മണക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഭരണവിരുദ്ധ വികാരം നന്നായിട്ട് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു LDF ഒരു 30 സീറ്റിലൊക്കെ ഒതുങ്ങുമെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കുമോ? സംഭവിച്ചാൽ എന്താ? വലിയ തിരിച്ചടിയാണ്. ആർക്ക്? CPM-ന്, പിണറായി വിജയന്, 30 മരുമകന് ഒക്കെ അത് വലിയ കനത്ത തിരിച്ചടി. BJP നോക്കിയ 10 മുതൽ 12 സീറ്റ് വരെ, UDF ഒരു 80 സീറ്റെങ്കിലും. സർ, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പൊതുവായ വികാരം ഞാൻ പറയാം. UDF ഭരിക്കാൻ വരുമോ, BJP-ക്ക് 4-5 സീറ്റ് കിട്ടുമോ, 10 സീറ്റ് കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ജനം ഇങ്ങനെ വലിയൊരു വാശിയിലാണ്. സാധാരണക്കാർക്ക് ഓണം വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിപ്പോയി ജനം.
ഇനി എന്തൊക്കെ പ്രചാരണം നടത്തിയാലും പരസ്യം കൊടുത്താലും ശരി, ഓണം ആഘോഷിക്കാൻ ജനം വളരെയേറെ ബുദ്ധിമുട്ടി എന്നുള്ളത് സത്യമാണ്. അപ്പൊ CPI ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം സമ്മാനം വാങ്ങാൻ ഇങ്ങനെ താഴെ ഇറങ്ങണം എന്ന് CPIക്ക് അറിയാം. പിണറായി വിജയൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭരണമില്ലെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നിൽക്കത്തില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം സിംഗപ്പൂരിൽ പോകാനുള്ള പരിപാടി ഉണ്ടാവും. സിംഗപ്പൂരിൽ പണ്ട് എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്, അതിനായിരിക്കും സാധ്യത. നമ്മൾ ചില വിദേശങ്ങളിലൊക്കെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നാട് വിട്ടു. നേപ്പാളിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ പിണറായി 2026 കേരളം വിടും.